ഹായ് എവ്രി വൺ, എൻ്റെ പേര് ഡോക്ടർ ഡിൻറ്റ. ഞാൻ പ്രൊഫഷണലി ഒരു ഡെൻറ്റിസ്റ്റാണ്. ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്ന കുറച്ച് ബേസിക് സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ് ഈ ഒരു COVID-19 പാൻഡമിക്കിൽ നമ്മൾ എന്തൊക്കെയാണ് ഫോളോ ചെയ്യേണ്ടതെന്നാണ്. നമ്മൾ WHO ആൻഡ് ദ ഗവൺമെൻറ് ഹാവ് ബീൻ കണ്ടിന്യൂസ്ലി ടെലിംഗ് നമ്മൾ കുറച്ച് ഗൈഡ് ലൈൻസ് ആൻഡ് പ്രോട്ടോകോൾസ് ടു ബി ഫോളോഡ്. പക്ഷേ നമ്മൾ അറിഞ്ഞോ അറിയാതെ നമ്മൾ കുറേ മിസ്റ്റേക്സ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഇത് ലെറ്റ് ബി വെയറിങ് എ മാസ്ക്, ഗ്ലൗസ്, പിന്നെ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമ്മൾ അറിയാതെ ചെയ്യുന്ന മിസ്റ്റേക്സ്, അതിനെ പറ്റിയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഫസ്റ്റ്ലി ഐ വിൽ ടെൽ യു അബൌട്ട് ദ മാസ്കിന് ഒരു കളേർഡ് സൈഡ് ഉണ്ട്. ഇറ്റ് ഇസ് ഗോട്ട് എ ബ്ലൂ കളേർഡ് സൈഡ് ആൻഡ് എ വൈറ്റ് കളേർഡ് സൈഡ്. ആൻഡ് മാസ്ക് ഇറ്റ് ക്യാൻ ബി ദർ ഇസ് എ ഇയർ ലൂപ്പ് മാസ്ക് ആൻഡ് എ ബാൻഡഡ്. അതൊക്കെ നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു ജനറൽ കാര്യങ്ങൾ. നമ്മൾ ഈ കളേർഡ് സൈഡ് വേണം എപ്പോഴും പുറത്ത് വരാനായിട്ട്. ഇറ്റ് ഷുഡ് ബി ഇൻ ദ ഫ്രണ്ട് ആൻഡ് ദ വൈറ്റ് ഷുഡ് ബി ഇൻസൈഡ്. ഒത്തിരി പേര് ഞാൻ കണ്ടിട്ടുണ്ട് വൈറ്റ് പുറത്തും ബ്ലൂ അകത്തുമായിട്ട്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. പിന്നെ ഞാൻ അടുത്ത കോമൺ മിസ്റ്റേക്കാണ്, നമ്മൾ ഈ മാസ്ക് ധരിക്കുമ്പോൾ വി ഹാവ് എ ടെൻഡൻസി ടു അഡ്ജസ്റ്റ് ദ മാസ്ക് ഇതർ ടു ദ ടോപ്പ് ഓർ ടു ദ ഡൗൺ. അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ വി ആർ കണ്ടാമിനേറ്റ്, ദിസ് ഏരിയ ഇസ് ഫുള്ളി കണ്ടാമിനേറ്റഡ്, ഈ ഒരു ഫ്രണ്ട് ഏരിയ. സോ വെൻ വി ടച്ച് വിത്ത് അവർ ഹാൻഡ്സ് ആർ ഓൾസോ ഗെറ്റിംഗ് കണ്ടാമിനേറ്റ്. അങ്ങനെ ഞാൻ ടച്ച് ചെയ്ത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇമീഡിയറ്റ്ലി വി ഷുഡ് വാഷ് യുവർ ഹാൻഡ്സ് ഓർ യൂസ് ഹാൻഡ് സാനിറ്റൈസർ. പിന്നെ ഞാൻ വെയർ ചെയ്യുന്ന മിസ്റ്റേക്സാണ് ഞാൻ കാണുന്നത്. അതായത് നമ്മൾ മാസ്ക് ഇങ്ങനെ കിട്ടുന്ന മാസ്ക് നമ്മൾ ജസ്റ്റ്, ഞാൻ ഒത്തിരി ആൾക്കാർ ഇങ്ങനെ ഇടുന്ന കണ്ടിട്ടുണ്ട്, ജസ്റ്റ് ദി വെയർ ഇറ്റ് ലൈക്ക് ദിസ്, ദി ഡോണ്ട് ഈവൻ ക്ലോസ് ഓർ ജസ്റ്റ് ക്ലോസ് ദി ഗ്യാപ്സ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനൊരു ഗ്യാപ്പ് കാണാമെന്ന് വിചാരിക്കുന്നു അല്ലേ? ഈ ഒരു ഗ്യാപ്പ് കംപ്ലീറ്റ്ലി സീൽ ചെയ്യണം. ഇറ്റ് ഷുഡ് ഗോ ഓൺ ടോപ്പ് ടു ദ ടിപ്പ് ഓഫ് യുവർ നോസ് ആൻഡ് ഇറ്റ് ഷുഡ് ബി പിഞ്ച്ഡ്. ഈ ഒരു നോസിൻ്റെ ഷേപ്പിൽ നമ്മൾ പിഞ്ച് ചെയ്ത് വെക്കണം. ഇവിടെ ഒരു എലാസ്റ്റിക് ബാൻഡ് ഉണ്ട്. ആ ഒരു ഇലാസ്റ്റിക് ബാൻഡ് നമ്മൾ നോസിനോട് ചേർത്ത് വെക്കണം. ആൻഡ് ദിസ് ചിൻ ഏരിയ ഷുഡ് നോട്ട് ബി കെപ്റ്റ് ലൈക്ക് ദിസ്. ഈ ഒരു ഏരിയ ആണ് ഇങ്ങനെ വെച്ചിട്ട് നടക്കുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെയും ചെയ്യാൻ പാടില്ല. ആൻഡ് ദിസ് ഏരിയ ഷുഡ് ഓൾസോ ബി കവേർഡ് ബിലോ യുവർ ചിൻ. ഈ ഒരു ഏരിയ ഫുൾ കവർ ചെയ്യണം. ദാറ്റ് ഇസ് ഫ്രം ദ ടിപ്പ് ഓഫ് യുവർ നോസ് ടിൽ ബിലോ യുവർ ചിൻ. ഇങ്ങനെ വേണം നമ്മൾ മാസ്ക് ധരിക്കാനായിട്ട്. ആൻഡ് ദേ ഷുഡ് ബി നോ ലൂസ് ഗ്യാപ്സ് ഇൻ ബിറ്റ്വീൻ. ഈ ഒരു ഗ്യാപ്പ് ഇതെല്ലാം കവർ ചെയ്തിരിക്കണം. പിന്നെ ഞാൻ കാണുന്ന അടുത്ത കോമൺ മിസ്റ്റേക്കാണ് ദാറ്റ് ഇസ് ബിലോ ദ നോസ്. ഈ ഒരു നോസ് ലെവലിൽ വെച്ചിട്ട് ഒത്തിരി പേര് സംസാരിക്കുന്നത് ഇങ്ങനെ വെച്ചിട്ട് സംസാരിക്കുക. ഐ തിങ്ക് നമ്മൾ ഒത്തിരി നേരം ഇങ്ങനെ വെക്കുമ്പോൾ ദർ ഇസ് എ ലോട്ട് ഓഫ് ടെൻഡൻസി, എല്ലാവർക്കും ഇങ്ങനെ ഒരു സഫക്കേഷൻ വരും. സഫക്കേഷൻ വരുമ്പോൾ നമ്മൾ അറിയാതെ ഇങ്ങനെ താത്തി ഇങ്ങനെ വെക്കും. അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. ബിക്കോസ് നമ്മൾ ഡ്രോപ്ലെറ്റ്സ് പുറത്തേക്ക് പോവില്ലായിരിക്കും. നോബഡി വിൽ ഗെറ്റ് ഇൻഫെക്റ്റഡ് ഫ്രം അസ്, ബട്ട് വി ഹാവ് എ ചാൻസസ് ടു ഗെറ്റ് ഇൻഫെക്ഷൻ ഫ്രം ഔട്ട്സൈഡ്. സോ അങ്ങനെ ചെയ്യരുത്. പിന്നെ കാണുന്ന മിസ്റ്റേക്കാണ് ഈ ഒരു മാസ്ക് ഇതുപോലെ താഴേക്ക് വെക്കും, ഈ ഒരു ബിലോ ദി ചിൻ ഏരിയയിൽ. അങ്ങനെയും ചെയ്യാൻ പാടില്ല. ബിക്കോസ് ദിസ് ഏരിയ, ഫ്രണ്ട് ഏരിയ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇസ് ഫുള്ളി കണ്ടാമിനേറ്റഡ്. നമ്മൾ ഈ ഒരു നെക്ക് ഏരിയയിൽ വെക്കുമ്പോൾ ഇവിടെയൊക്കെ ഫുൾ നമ്മൾ കണ്ടാമിനേറ്റഡ് ആക്കാണ് നമ്മളുടെ ബോഡി, ഈ ഒരു ഭാഗങ്ങളൊക്കെ. അങ്ങനെയും ചെയ്യാൻ പാടില്ല. നമ്മൾ ഈ ഒരു പൊസിഷനിൽ വെക്കുന്നതിന് പകരം വെൻ വി ആർ നോട്ട് യൂസിങ് ഇറ്റ് ഓർ വെൻ വി ആർ സേഫ് ഇൻ എ സേഫ് പ്ലേസ് വെർ വി ആർ അലോൺ, വാട്ട് യു ഷുഡ് ഡു ഇസ് യു ജസ്റ്റ് റിമൂവ് ദ മാസ്ക്. ഈ ഒരു ഇയർ ലൂപ്പ് ഏരിയയിൽ മാത്രം പിടിച്ചിട്ട് ഇതുപോലെ ഡിസ്കാർഡ് ചെയ്ത് കളയുക. അല്ലാതെ ഫ്രണ്ട് ഏരിയയിൽ പിടിച്ചിട്ടോ അങ്ങനെയൊന്നുമല്ല. അത് ഇതുപോലെ ഡിസ്കാർഡ് ചെയ്ത് കളയുക. അല്ലാതെ ഈ ഒരു പൊസിഷനിലൊന്നും വെക്കാനായിട്ട് പാടില്ല. പിന്നെയുള്ളത് എല്ലാവരും ചെയ്യുന്ന ഒരു കോമൺ മിസ്റ്റേക്കാണ്, ദാറ്റ് ഇസ് ഇറ്റ് ഹാപ്പൻസ് ബൈ മിസ്റ്റേക്ക്. അതായത് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് വി ഹാവ് എ ടെൻഡൻസി ടു ടച്ച് അവർ ടങ് വിത്ത് ഇൻസൈഡ്. ഈ ഒരു ഇൻസൈഡ് ഏരിയയിൽ നമ്മൾ അറിയാതെ ടച്ച് ചെയ്യും. ടച്ച് ചെയ്യാൻ നമ്മൾ ഒരിക്കലും പാടില്ല. ബിക്കോസ് വൺസ് ദിസ് മാസ്ക് ഇസ് വെറ്റ്, നമ്മൾ നാവ് വെച്ച് ടച്ച് ചെയ്യുമ്പോൾ ദിസ് മാസ്ക് ഗെറ്റ്സ് പോറസ്. അപ്പോൾ നമ്മൾ പോറസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ മാസ്കിൻ്റെ യൂസ് തന്നെ ഇല്ല. അങ്ങനെ ഞാൻ ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യു ഷുഡ് നോട്ട് യൂസ് ദിസ് മാസ്ക്, യു ഷുഡ് ഡിസ്കാർഡ് ഇറ്റ് ഓഫ് ഇമീഡിയറ്റ്ലി ആൻഡ് യൂസ് എ ന്യൂ സെറ്റ് ഓഫ് മാസ്ക്. ഇതാണ് എനിക്ക് മാസ്കിനെ പറ്റി പറയാനുള്ളത്. ബട്ട് ദ ഫസ്റ്റ് മെയിൻ ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ദാറ്റ് മാസ്ക് ധരിച്ചതുകൊണ്ട് ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് യു ഫുള്ളി പ്രൊട്ടക്റ്റഡ് ഫ്രം ദ COVID-19. ഇറ്റ് ഈസ് ഓൺലി വെയറിങ് എ മാസ്ക് ആൻഡ് വിത്ത് പ്രോപ്പർ സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്ന മാത്രമാണ് നമ്മൾ COVID-19 നിന്ന് ഒരു പ്രൊട്ടക്ഷൻ ഉള്ളൂ. ഞാൻ ഇനി ഗ്ലൗസിനെ പറ്റിയാണ് പറയുന്നത്. ഗ്ലൗസ്, ഐ തിങ്ക് ഇൻ മോസ്റ്റ് ഓഫ് ദ കൺട്രീസ് ഗ്ലൗസ് ധരിക്കണം. വൺസ് യു ലീവ് ഹോം യു ആർ സപ്പോസ് ടു വെയർ എ ഗ്ലൗസ്. അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ ഗ്ലൗസ് ധരിക്കുമ്പോൾ ഏറ്റവും നല്ലത് നമുക്ക് കറക്റ്റ് ഫിറ്റ് ആയിട്ടുള്ളൊരു ഗ്ലൗസ് ധരിക്കാനായിട്ട് ശ്രമിക്കുക. ലൂസായിട്ടുള്ളത് ഗ്ലൗസ് വാങ്ങിക്കരുത്. നമ്മൾ കറക്റ്റ് സൈസ് അനുസരിച്ച് നോക്കി വാങ്ങിക്കുക. എന്നിട്ട് നമ്മൾ ഗ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ ദാറ്റ് ഒരു റോങ് സെൻസ് ഓഫ് സെക്യൂരിറ്റിയാണ് എല്ലാവർക്കും. ദാറ്റ് ഇഫ് യു വെയർ എ ഗ്ലൗസ് യു ക്യാൻ ടച്ച് എനിവെയർ, യു ഹാവ് ദ പെർമിഷൻ ടു ടച്ച് എവ്രിവെയർ. അങ്ങനെയില്ല. ഗ്ലൗസ് ധരിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ഒരു സെയിം, മനസ്സിലൊരു സെയിം കൺസെപ്റ്റ് ഉണ്ടായിരിക്കണം, ലൈക്ക് യു ആർ ഇൻ എ ബെയർ ഹാൻഡഡ്. ബിക്കോസ് നമ്മൾ ഈ ഒരു ഗ്ലൗസ് വെച്ചിട്ട് എല്ലാ സർഫസസ് ടച്ച് ചെയ്തിട്ട് നമ്മൾ അറിഞ്ഞോ അറിയാതെ നമ്മൾ എല്ലാ നമ്മുടെ പേഴ്സണൽ ബിലോങ്ങിങ്സ് ടച്ച് ചെയ്യണം. ലൈക്ക് എ മൊബൈൽ ഫോൺ, എ ബാഗ്, എ പേഴ്സ്,
ഓർ അവർ സ്പെക്സ് അല്ലെങ്കിൽ നമ്മൾ ഹെയർ ഒക്കെ നമ്മൾ അറിയാണ്ട് ഈ ഗ്ലൗഡ് ഹാൻഡ് വെച്ചിട്ടാണ് നമ്മൾ ടച്ച് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. ഇഫ് യു ആർ വെയറിങ് എ ഗ്ലൗസ് യു ഷുഡ് ഓൾസോ ബി എക്സ്ട്രാ കോഷ്യസ്. പിന്നെയുള്ളത് നമ്മൾ ഗ്ലൗസ് ഇട്ട് കഴിഞ്ഞ് ദാറ്റ് ഡസൻറ്റ് മീൻ ദറ്റ് യു ആർ ഫുള്ളി പ്രൊട്ടക്റ്റഡ്. അതായത് നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ യു നീഡ് നോട്ട് വാഷ് യുവർ ഹാൻഡ്സ്. അത് ഒത്തിരി ആൾക്കാർ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ ഗ്ലൗസ് ഇട്ടേക്കല്ലേ, പിന്നെ എന്തിനാണ് ഞാൻ വാഷ് ചെയ്യുന്നത്? അങ്ങനെയില്ല. വെൻ യു റിമൂവിങ് യുവർ ഗ്ലൗസ് ഇൻ എ വേ യു ആർ ടച്ചിങ് യുവർ ഹാൻഡ്. ആൻഡ് നമുക്ക് പറയാൻ പറ്റില്ല, നമ്മൾ ധരിക്കുന്ന സമയത്ത് എവിടെയെങ്കിലും ചെറിയ മൈന്യൂട്ട് പോർസ് അല്ലെങ്കിൽ ചെറിയ മൈന്യൂട്ട് ഹോൾസ് എങ്ങനെ വരാം നമ്മൾ റഫ്യൂസ് ചെയ്യുന്ന സമയത്ത്. ദറ്റ് വി ഡസൻറ്റ് നോ, വി ആർ നോട്ട് സീയിങ് വാട്ട് ഈസ് ഹാപ്പനിങ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഗ്ലൗസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി യു ഷുഡ് വാഷ് യുവർ ഹാൻഡ്സ് ആസ് ടോൾഡ് ബൈ ദി WHO. ഉദ്ദേശിക്കുന്നത് സൂപ്പർ മാർക്കറ്റ്സിൽ പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ പ്രോട്ടോകോൾസ് ആണ് ഫോളോ ചെയ്യേണ്ടത്. അതായത് സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ പോകുന്നതിന് മുന്നേ വി ഷുഡ് ഹാവ് എ വെരി ഗുഡ് ഐഡിയാസ് വാട്ട് ടു ബൈ. വീട്ടിൽ വെച്ച് തന്നെ നമ്മളൊരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യണം. ചെറിയൊരു പീസ് ഓഫ് പേപ്പറിൽ നമ്മൾ ലിസ്റ്റ് ഉണ്ടാക്കുക, വാട്ട് ഓൾ തിങ്സ് ടു ബൈ. എന്നിട്ട് വേണം നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോകാൻ. സൂപ്പർ മാർക്കറ്റിൽ പോകുന്നതിന് മുന്നേ നമ്മൾ ഗ്ലൗസ് മാസ്ക് എല്ലാം ധരിക്കുക. കയറി കഴിയുമ്പോൾ നമ്മൾ ട്രോളി ഹാൻഡിൽസ്, ഇഫ് യു ഹാവ് എ ആൻറ്റി ബാക്ടീരിയൽ വൈപ്സ് ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ് ദറ്റ് യു യൂസ് ആൻ ആൻറ്റി ബാക്ടീരിയൽ വൈപ്സ്. ട്രോളി ഹാൻഡിൽ വൈപ്പ് ചെയ്തിട്ട് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ കയറുന്നു. ആൻഡ് കീപ്പ് ഇൻ മൈൻഡ് ദാറ്റ് നമ്മൾ എല്ലാ സാധനങ്ങളും നമ്മൾ ടച്ച് ചെയ്യാതിരിക്കാനായിട്ട് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. അതായത് നമ്മൾ ലിസ്റ്റിലുള്ള സാധനങ്ങൾ, ഇപ്പോൾ 15 സാധനങ്ങളാണ് നമ്മൾ വാങ്ങിക്കുന്നതെങ്കിൽ 15 സാധനങ്ങൾ മാത്രം വാങ്ങിക്കുക. അതിനപ്പുറം നമ്മൾ ഒരു വിൻഡോ ഷോപ്പിംഗ് പോലെ ജസ്റ്റ് നമ്മൾ എല്ലാവരുടെയും ഒന്ന് നോക്കി നമുക്ക് നോക്കാം എന്നുള്ളതില്ല. ബിക്കോസ് വി ഷുഡ് സ്റ്റേ ഇൻ എ സൂപ്പർ മാർക്കറ്റ് ഇൻ എ വെരി മച്ച് ലിമിറ്റഡ് ടൈം ആൻഡ് ടച്ച് ഓൺ ലിമിറ്റഡ് സർഫസസ്. ഇതെപ്പോഴും നമ്മൾ മനസ്സിലുണ്ടായിരിക്കണം. പിന്നെ അതുകൂടെ തന്നെ നമ്മൾ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും പാലിക്കുക സൂപ്പർ മാർക്കറ്റിൽ വെച്ചിട്ട്. ബിക്കോസ് ഒത്തിരി ആൾക്കാർ വന്നു പോകുന്ന ഒരു സ്ഥലമാണ് സൂപ്പർ മാർക്കറ്റ്. സോ വി ഷുഡ് ബി വെരി മച്ച് എക്സ്ട്രാ കോഷ്യസ് വൈൽ ബൈയിങ് യുവർ ഗ്രോസറീസ്. പിന്നെയുള്ളത്, നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ സാധനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ ക്യാഷ് പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും നല്ലത് നമ്മൾ ക്യാഷ്ലെസ് പേയ്മെൻറ്റ്സ് ആണ്. ലൈക്ക് വിത്ത് കാർഡ് ഓർ വിത്ത് മൊബൈൽ യു ക്യാൻ പേ യുവർ ക്യാഷ്. But if in case you don't have a card, you don't worry, you just keep a cover with you. ഇങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക് ആയിട്ടൊരു ചെറിയൊരു കവർ നമ്മൾ കയ്യിൽ വെക്കാം. എന്നിട്ട് നമുക്ക് കിട്ടുന്ന ക്യാഷ് ചേഞ്ച് നമ്മൾ നേരെ ഈ ഒരു കവറിലേക്ക് വെക്കാം. ബിക്കോസ് ക്യാഷ് മണിയുമോ കൊറോണ വൈറസ് ക്യാൻ സർവൈവ് ഫോർ അബൌട്ട് 4 to 5 days. അപ്പം ക്യാഷ് മണി ഗോസ് ഇൻ ഡിഫറെൻറ്റ് ഹാൻഡ്സ് ആൻഡ് ഡിഫറെൻറ്റ് ഹാൻഡ്സിൽ പോകുന്നതുകൊണ്ട് വി ഡസൻറ്റ് നോ ത്രൂ വാട്ട് ഓൾ കൈൻഡ് ഓഫ് പീപ്പിൾ ഇറ്റ് ഹാവ് ഗോൺ. സോ ഏറ്റവും നല്ലത് ക്യാഷ് മണി കവറിൽ ഇട്ടിട്ട് നമ്മൾ ക്ലോസ് ചെയ്തിട്ട് നമ്മൾ ബാഗ് അല്ലെങ്കിൽ പേഴ്സിലേക്ക് വെക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെയുള്ളത്, നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ സാധനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരെ വീട്ടിൽ പോയി കഴിഞ്ഞ് ആസ് യൂഷ്വൽ ഗ്ലൗസ് മാസ്ക് എല്ലാം ഡിസ്കാർഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ സാധനങ്ങളെല്ലാം നമ്മൾ പ്രോപ്പർ, അതിനും ഇനി വേറെ പ്രോട്ടോകോൾസ് ഉണ്ട്. അതായത് പ്ലാസ്റ്റിക് ഷോപ്പിംഗ് ബാഗ്സ് എല്ലാം നമ്മൾ ഡിസ്കാർഡ് ചെയ്യണം. ഒന്നും നമ്മൾ വീട്ടിലെടുത്ത് വെക്കാനായിട്ട് പാടില്ല. എന്നിട്ട് നമ്മൾ ഈ പാക്കറ്റ്സ്, നമ്മൾ കൊണ്ടുവരുന്ന ഫുഡ് പാക്കറ്റ്സ് എല്ലാം ഒന്ന് സീൽഡ് ആയിട്ടുള്ള പാക്കറ്റ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് റണ്ണിങ് വാട്ടറിൽ ജസ്റ്റ് നല്ലോണം വാഷ് ചെയ്തെടുക്കാം. ഇഫ് ഇറ്റ് ഇസ് അൺസീൽഡ് പാക്കറ്റ്സ് നിങ്ങൾക്ക് പാക്കറ്റ് റിമൂവ് ചെയ്ത് പാക്കറ്റ് കളഞ്ഞ് നമ്മൾ വേറെ സ്റ്റോറേജ് ടിൻസോ അല്ലെങ്കിൽ സ്റ്റോറേജ് കവേഴ്സിലേക്ക് വെക്കാം. ഇൻ കേസ് ലൈക്ക് ഏറ്റവും നല്ലത് ആൻറ്റി ബാക്ടീരിയൽ വൈപ്സ് വെച്ചിട്ട് അല്ലെങ്കിൽ ക്ലീൻ ചെയ്തെടുക്കുക നമ്മൾ പ്ലാസ്റ്റിക് സർഫസസ് എല്ലാം. ഇഫ് ഇൻ കേസ് യു നോട്ട് ഏബിൾ ടു ഡു സോ, ഇഫ് ഇറ്റ് ഇസ് നോട്ട് സീൽഡ് then വേറെ സ്റ്റോറേജ് ബിൻസിലേക്ക് വെക്കാം. It's not only for the plastic covers, it's also applicable for tins, glass containers, പിന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിന് ആൻഡ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. നമ്മൾ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം? നമ്മൾ പുറത്തുനിന്ന് സൂപ്പർ മാർക്കറ്റിൽ കൊണ്ടുവരുന്ന ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഏറ്റവും നല്ലത് റണ്ണിങ് വാട്ടറിൽ നല്ലോണം വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ പാടുള്ളൂ. ഇഫ് ഇൻ കേസ് ദ വെജിറ്റബിൾസ്, നമ്മൾ കൂടുതൽ വെജിറ്റബിൾസ് ആണ് വാഷ് ചെയ്യാൻ പറ്റാത്ത വെജിറ്റബിൾസ്, അങ്ങനെയുള്ള വെജിറ്റബിൾസ് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിലേക്ക് സ്റ്റോർ ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് ബെയറായിട്ട് സ്റ്റോർ ചെയ്യാതെ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു കവറിൽ ഇട്ട് വെച്ചിട്ട് അത് ക്ലോസ് ചെയ്തിട്ട് വേണം അതായത് നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാനായിട്ട്. എന്നിട്ട് നമ്മുടെ ആവശ്യത്തിന് എടുക്കുന്ന സമയത്ത് നമ്മൾ നല്ല വാഷ് ചെയ്യണം. വാഷ് ചെയ്യേണ്ടത് ഞാൻ സാധാരണ പറയുന്നത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ടു ബി വാഷ്ഡ് ഇൻ ടേക്ക് എ ബൗൾ ഓഫ് വാട്ടർ. അത്യാവശ്യം നല്ലോണം വാട്ടർ എടുക്കുക. അതിൽ 2 to 3 ടീസ്പൂൺസ് ഓഫ് ടേമറിക് ഇടുക, കുറച്ച് വിനിഗർ, ബേക്കിംഗ് സോഡ ആൻഡ് സോൾട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ വാഷ് ചെയ്യാൻ പറ്റാവുന്ന വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് അതിലിട്ടിട്ട് നമ്മൾ നല്ലോണം വാഷ് ചെയ്തെടുക്കുക. ഇഫ് ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ് ഇഫ് യു സോക്ക് ദി വെജിറ്റബിൾസ്
and the fruits for about 5 minutes. Like ചില വെജിറ്റബിൾസ് ലൈക്ക് ഐ തിങ്ക് ദി ഓണിയൻ, ഗാർലിക് അങ്ങനത്തെ ഒന്നും നമുക്ക് വാഷ് ചെയ്ത് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള വെജിറ്റബിൾസ് ആണെങ്കിൽ നമ്മൾ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇമീഡിയറ്റ്ലി നമ്മൾ കട്ട് ചെയ്തൊക്കെ വാഷ് ചെയ്തിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി ഷുഡ് വാഷ് യുവർ ഹാൻഡ്സ് പ്രോപ്പർലി. കിച്ചണിൽ നമ്മൾ ഫുഡൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് യു ഷുഡ് ഓൾവേസ് കീപ്പ് ഇൻ മൈൻഡ് ദറ്റ് ബിഫോർ യു ലീവ് ദി കിച്ചൺ യു ഷുഡ് വാഷ് യുവർ ഹാൻഡ്സ് പ്രോപ്പർലി. ബിക്കോസ് ഇങ്ങനത്തെ വെജിറ്റബിൾസ് ഒക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നതാണ്. ആൻഡ് ഈവൻ ദ റോ മീറ്റ് ആയാലും അതുപോലെ തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കും. ഇനിയുള്ളത് ഡയറ്റിനെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു സമയത്ത് ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുക. അൺഹെൽത്തി ഫുഡ്സ് ലൈക്ക് ഫ്രൈഡ് ഫുഡ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാക്സിമം മഞ്ച് ചെയ്യാതിരിക്കാൻ നോക്കുക. ഇടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ കഴിക്കാം. ആൻഡ് ഹെൽത്തി ഫുഡ്സ് ലൈക്ക് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് അതൊക്കെ ഒരുപാട് നമ്മൾ ഈ ഒരു സമയത്ത് കഴിക്കാം. വൈറ്റമിൻ സി റിച്ച് ഫുഡ്, വൈറ്റമിൻ ഡി റിച്ച് ഫുഡ്. വൈറ്റമിൻ സി റിച്ച് ഫുഡ് ലൈക്ക് ലെമൺസ്, ഓറഞ്ചസ്, പിന്നെ ജാക്ക് ഫ്രൂട്ട്. അത് നമ്മുടെ നാട്ടിൽ ഒരുപാട് ഇപ്പോൾ റെഡ്ലി അവൈലബിൾ ആണ്. അതും പിന്നെ വേറെ ലൈക്ക് ബെറീസ്, സ്ട്രോബെറീസ് അങ്ങനത്തെ ഒക്കെ നമ്മൾ കഴിക്കുക. അതൊക്കെ ഹൈലി റിച്ച് ഇൻ വൈറ്റമിൻ സി ആണ്. പിന്നെ ഉള്ളത് വൈറ്റമിൻ ഡി. അതായത് ഈ ഒരു സമയത്ത് നമ്മൾ എല്ലാവരും ഇപ്പം വീട്ടിലിരിക്കുന്ന ഈ ഒരു സമയത്ത് വി വിൽ ബി ഓൾറെഡി വൈറ്റമിൻ ഡി ഡെഫിഷ്യൻറ്റ്. വി ആർ എക്സ്പോസ്ഡ് ടു ദി സൺ വെരി മച്ച് ലെസ്. അങ്ങനെ ഡി ഡെഫിഷ്യൻസി വരാൻ ചാൻസസ് ഉള്ള സ്ഥിതിക്ക് നമ്മൾ മോർണിംഗ് അവേഴ്സ് ആൻഡ് ദി ഈവനിങ് അവേഴ്സ് stay in the sunlight like in between 7 to 9 and the evening 4:30 to 6. ആ ഒരു സമയത്ത് നമ്മൾ സൺലൈറ്റ് കൊള്ളാനായിട്ട് ശ്രമിക്കുക. ആൻഡ് ഓൾസോ ഹാവ് വൈറ്റമിൻ ഡി റിച്ച് ഫുഡ് ലൈക്ക് എഗ്, ചീസ്, മിൽക്ക്, ബട്ടർ അതൊക്കെ നിങ്ങൾ കഴിക്കുക. കുട്ടികളായാലും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസീസ് വരാൻ ചാൻസസ് ഉണ്ട്. അവരായാലും ഇതുപോലെ വൈറ്റമിൻ ഡി റിച്ച് ഫുഡ് കൊടുക്കുക. ദ മെയിൻ സോഴ്സ് സൺലൈറ്റ് ആയാലും കൊള്ളിക്കുക കുറച്ച് നേരം. ദീസ് ആർ ദ മെയിൻ തിങ്സ്. ഞാൻ ഈ വൈറ്റമിൻ ഡിയുടെ കാര്യം പറയുന്നത് ബിക്കോസ് ഇൻ മെനി ഓഫ് ദി സ്റ്റഡീസ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ആയവർക്കാണ് കൂടുതൽ കോംപ്ലിക്കേഷൻസ് വരുന്നത്. അതായത് ഈ COVID-19 കോംപ്ലിക്കേഷൻസ് ഡെഫിഷ്യൻസി ഉള്ളവർ ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ് ദാറ്റ് യു ഹാവ് ഡെയിലി റിക്വയർമെൻറ്റ് ഡോസേജ് എങ്കിലും നിങ്ങൾ കഴിക്കുക. അത് ഡോക്ടറിനോട് ചോദിച്ചിട്ട് കഴിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇൻഫർമേഷൻസ് ആണ്. അതായത് നമുക്ക് എല്ലാവർക്കും ഒരു ടെൻഡൻസിയാണ് കാറിൻ്റെ ഉള്ളിൽ ഒരു ഹാൻഡ് സാനിറ്റൈസർ ഹാൻഡ് ചെയ്തിട്ട് വെക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഹാൻഡ് സാനിറ്റൈസേഴ്സ് ഒരിക്കലും നമ്മൾ കാറിൻ്റെ ഉള്ളിൽ വെക്കാൻ പാടില്ല. നമ്മുടെ കയ്യിൽ പോക്കറ്റ്സിൽ നമ്മൾ ബാഗ്സിൽ വേണം വെക്കാനായിട്ട്. നമ്മൾ കാറിൽ വെക്കുമ്പോൾ നല്ല ഹോട്ട് വെതർ കണ്ടീഷൻസിൽ നമ്മൾ കാറ് പാർക്ക് ചെയ്തിടുമ്പോൾ ഈ ഒരു ഹാൻഡ് സാനിറ്റൈസേഴ്സ് പൊട്ടിത്തെറിക്കാൻ കൂടുതൽ ചാൻസസ് ഉണ്ട്. ബിക്കോസ് it's got 70% of alcohol. Alcohol when exposed to the sun, high temperature exposed ആകുമ്പോൾ പൊട്ടിത്തെറിക്കാൻ ചാൻസസ്. പിന്നെയുള്ളത് എയർ സാനിറ്റൈസിങ് ആണ്. നമ്മൾ വീട്ടിനുള്ളിൽ എങ്ങനെ എയർ പ്യൂരിഫിക്കേഷൻ ചെയ്യുക, അത് വളരെ വളരെ സിമ്പിളായിട്ടുള്ളൊരു ടെക്നിക്കാണ്. അങ്ങനെ ഒരു പ്രത്യേകിച്ച് സ്റ്റഡീസ് ഒന്നും വന്നിട്ടില്ല. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ് യു യൂസ് ഇറ്റ്. അതായത് കുന്തിരിക്കം പുകയ്ക്കുക, അതായത് ഫ്രാങ്കിൻസെൻസ് കുന്തിരിക്കും. അതായത് ഈ ഒരു സാധനം നമ്മൾ സൂപ്പർ മാർക്കറ്റ്സിൽ റെഡ്ലി അവൈലബിൾ ആണ്. ഇത് നമ്മളുടെ വീടിന് ചുറ്റും നമ്മളുടെ മുറികളിലും വാഷ്റൂംസിലൊക്കെ നമ്മൾ കുന്തിരിക്കം പുകയ്ക്കുന്നത് നല്ലതാണ്. അപ്പം ഇതാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആയി എന്ന് വിചാരിക്കുന്നു. സോ എവ്രി വൺ താങ്ക് യു.